ഗൈസ്, അപ്പം നമ്മുടെ ഡേ 3 ഇൻ ഗോവ എന്നുള്ള പ്ലാനിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഗോവയിലല്ല ഉള്ളത്, നമ്മളിപ്പോൾ ഉള്ളത് ഗോകർണയാണ്. അതായത് നമ്മൾ ഇന്നലെ അഗോണ്ട ബീച്ചിൽ പോയല്ലോ, അപ്പോൾ അവിടെ നിന്നൊരു 100 കിലോമീറ്ററേ ഉള്ളൂ ഗോകർണ. ഗോകർണ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പഴയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ കൊണ്ട് ഗോവ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും ഉള്ളൊരു സ്ഥലമാണ്. ഗോകർണ എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ ടച്ച് അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഗോകർണ പോകാനൊരു അതിയായ ആശ വന്നു. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി തിരിച്ചു, എന്നിട്ട് ഗോവയൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഗോകർണയിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല രാത്രിയായി, അതുകൊണ്ട് അത്ര പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് അല്ലായിരുന്നു ഗോകർണ. പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ഇപ്പം നല്ല പ്രോപ്പർ റൂംസ് ഒന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് തപ്പിയപ്പോൾ കിട്ടിയ ഒരു റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദേ ഈ കാണുന്നതാണ് റൂം. ഇത് കുഴപ്പമില്ല, പക്ഷെ അത്ര അങ്ങോട്ട് പോരാ, പക്ഷെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. പക്ഷേ നമ്മൾ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന റേറ്റിനെക്കാട്ടിലൊക്കെ ഒത്തിരി കൂടി. ഞങ്ങൾ പണ്ട് വന്നതെന്ന് വെച്ചാൽ ഒരു 4 വർഷം മുമ്പാണ് നമ്മൾ ഗോകർണയിൽ വന്നത്. ആ എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ എക്സ്പെൻസസിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബീച്ചൊക്കെ നല്ല പീസ്ഫുള്ളാണ്. ഇവിടെ അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. കുറേ ബീച്ചുണ്ട്, എല്ലാ ബീച്ചിലും പോയി എക്സ്പ്ലോർ ചെയ്തു, ട്രക്ക് ചെയ്തു, ഷോപ്പിംഗ് ചെയ്തു, എന്നിട്ട് നമ്മൾ പോയി. പക്ഷെ അത് കിടില ഒരു ട്രിപ്പായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ ആ ഗോകർണ ട്രിപ്പാണ്. അതൊരു 4 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ കാരണമാണ് നമ്മൾ വീണ്ടും ഗോകർണയിൽ തന്നെ എത്തിയത്. ഗോവയൊക്കെ ഉപേക്ഷിച്ച് ഗോകർണയിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ചസൊക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഒത്തിരി അങ്ങനെ ക്രൗഡും ഒത്തിരി അങ്ങനെ കമേഴ്ഷ്യലൊന്നും അല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമേഴ്ഷ്യലായിട്ട് നമുക്ക് തോന്നും. ഗോവ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോവ. പക്ഷേ ഗോകർണയിൽ നൈറ്റ് ലൈഫ് ഒന്നുമില്ല. ഇവിടെ ഒരു വൈകുന്നേരം ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാം അടയ്ക്കും, അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഡേ ടൈമിൽ നമുക്ക് ബീച്ചസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗോകർണ. നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. നമ്മൾ വന്നപ്പം ഇവിടുത്തെ ഗോകർണ മെയിൻ ബീച്ചിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ സ്റ്റേ എടുത്തേക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ഓം ബീച്ചിലായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഓം ബീച്ചിൽ പോവാം. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ട്രക്കിംഗ് പരിപാടികളൊക്കെ നോക്കാം. ഓക്കെ. ഗോകർണ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇത് ആക്ച്വലി ഒരു ടെമ്പിൾ ടൗൺ ആണ്. ബീച്ചസ് അല്ലാതെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മഹാബലേശ്വർ ടെമ്പിൾ ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഓം ബീച്ചിലേക്ക് അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് ആൻ ഇന്റർവ്യൂ ഗൈസ്. യാ ചന്തു, ടെൽ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ഓം ബീച്ച്. First beach that I visited in my life. How was your experience? It was wonderful actually. After seeing this, I did not like any other beaches. Like what did you started liking, not other beaches. What did you feel about the beach when you first saw it? I felt like it was a private beach. It's only for myself. Okay. നമ്മുടെ ചന്തു സാറ് പറഞ്ഞ പോലെ ഓം ബീച്ച് ഈസ് സോ പ്രൈവറ്റ് ദാറ്റ് ഹി ഫെൽറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഹിംസെൽഫ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആളുടെ പോക്കിൽ കാണാനുണ്ട്. അവൻ ആദ്യമായിട്ട് വന്ന ബീച്ചും ഇതാണ് ഗൈസ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ബീച്ച്. ആക്ച്വലി ഫുൾ ട്രക്കിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നേക്കുന്നത്. കാല് കണ്ടോ, ഷൂ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ കാര്യത്തിലൊക്കെ ചന്തുകാരും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഷൂ ഇട്ടുകൊണ്ട് ട്രക്കിംഗ് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഓം ബീച്ച് എന്ന് പറയുന്നത്. സത്യത്തിൽ ഗോവനെ പോലെ അല്ല, ഇവിടെ ആക്ച്വലി നമുക്ക് നല്ല പീസ്ഫുള്ളാണ്. എനിക്കും പേഴ്സണലി ഈ ബീച്ചാണ് ഇഷ്ടം കമ്പയർഡ് ടു ഗോവ. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് വെള്ളത്തിൽ പോയിട്ട് കളിക്കാനും എടുക്കാനും ഒക്കെ എന്തോ ഒരു ഭംഗി കൂടുതലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല, നമ്മളിപ്പോൾ നേരെ ട്രക്കിംഗ് ചെയ്യാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ, അതായത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ നേരെ പോയിട്ട് നമ്മൾ അടുത്ത ബീച്ചിലേക്ക്. കുറേ ബോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ബോട്ടിൽ കയറി പോകണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് കുറേ ബോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ ഇത്രയധികം ബോട്ടുകളൊക്കെ വന്നത്. പണ്ടൊക്കെ അടുത്തുള്ള ഹാഫ് മൂൺ ബീച്ചിലേക്ക് പോകണമെങ്കിൽ ട്രക്ക് ചെയ്ത് പോകാനുള്ള ഒറ്റ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സ്റ്റേ ചെയ്തത്. ഈ ഏരിയ ആയിരുന്നു. അവിടെ ഒരു സംഗം കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഷാക്കുണ്ട്. അവിടെയാണ് നമ്മൾ വന്നപ്പോൾ നിന്ന്. ഇപ്രാവശ്യം ഇവിടെയൊക്കെ ഫുള്ളാണെന്നാണ് പറയുന്നത്. തിരക്കി നോക്കാം. കുഞ്ഞു കുഞ്ഞു ഷാക്കുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സ്റ്റേയും ഫെസിലിറ്റീസും ഒക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ചെറിയ ഹട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്.
ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗം കഫേ. ഈ കഫേ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്ഥലം അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെയാണ്. ഈ സ്ഥലത്തൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അന്നൊരു 5 പേരാണ് വന്നത്. ഈ കഫേയുടെ തൊട്ട് പുറകിലാണ് അന്നത്തെ സ്റ്റേയും ഉണ്ടായിരുന്നത്. അന്ന് ഇത്രയും ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ലാവിഷായിട്ട് ചില്ല് ചെയ്തു ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം ഈ ഏരിയ എല്ലാം ബുക്ക്ഡ് ആണ്. റൂം തപ്പി തപ്പി ക്ഷീണിച്ച ഗൈസ്. അതെ, ഈ വരിയിലുള്ള എല്ലാ ഷാക്കിലും നമ്മൾ കയറി തപ്പി. പക്ഷേ ഇവിടെ എല്ലാം ഫുൾ ബുക്കാണ് ഗൈസ്, റൂമില്ല. നമുക്കിനി അടുത്ത ബീച്ചിൽ പോയിട്ട് അവിടെ ഒന്ന് തപ്പി നോക്കാം. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ട്രക്ക് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഇത് കയറി കയറി പോകുമ്പോഴത്തേക്ക് കുറേ ദൂരം ഉണ്ടായിരിക്കും ഗൈസ്. फोन देख के चले तो चोट लगता है इधर, देख के जाओ. ഓക്കെ സാർ. നോർമലി നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓം ബീച്ചിൽ നിന്ന് പാരഡൈസ് ബീച്ച് വരെയാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഹാഫ് മൂൺ ബീച്ച് വരുന്നത്. ഇവിടെ വന്ന സമയത്ത് ഞാൻ റോക്കറ്റ് സ്പീഡിലായിരുന്നു ഗൈസ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ കോവിഡിൻ്റെ മുന്നത്തെ സമയമായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ വന്ന് ശ്വാസം മുട്ടലും ആസ്തുമയും നടക്കാനും വയ്യ. സാധാ റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ശ്വാസം കിട്ടാറില്ല. ഈ മലയുടെ മണ്ടയ്ക്കൂടെ കല്ലും പറക്കി നടക്കുമ്പോഴത്തേക്കും ഞാനൊരു വഴിക്കാവും എന്നാണ് നമ്മുടെ മിസ്റ്റർ പറയുന്നത്. അങ്ങനെയൊന്നും വരില്ല. നമുക്ക് കോൺഫിഡൻസും എന്താ പറയുക എനർജിയും ഇൻസ്പിറേഷനും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇതൊക്കെ ഒരു സീനാണോ ഗൈസ്? അങ്ങനെ നമ്മളെ വെല്ലുവിളിക്കാനായിട്ട് കുത്തനെ ഉള്ളൊരു വഴി വന്നിട്ടുണ്ട് ഗൈസ്. ഈ കുത്തനെയുള്ള വഴി ഞാൻ ഈസിയായി കടന്നു. പക്ഷേ സില്ലി ടയേർഡ് ആൾക്കാരവിടെ നിൽക്കുന്നത് നല്ല ചെറിയ വഴിയാണ്, ഭയങ്കര നാരോ ആയിട്ടുള്ള വഴിയാണ്. ഇവിടെ ഫുള്ള് ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം നമുക്ക് കാട് കാണാൻ പറ്റുന്നത്. ബാക്കി നമ്മൾ നടക്കുന്ന വഴിയാണെങ്കിൽ നല്ല ചെറുത്. സൈഡിന് ആക്ച്വലി കൺഫ്യൂസിങ് ആണ് ഗൈസ്. जाना है तो कैसे भी दोनों तरफ से रास्ता है, എല്ലായിടത്തും നമുക്ക് വഴിയുണ്ട്. നമുക്ക് ആക്ച്വലി കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല. നമ്മൾ കയറി 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 പോവുകയാണ് അമ്മച്ചി. ഒരുപാട് വ്യൂ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്കൂടൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും. പക്ഷേ കൂടുതലും കാട് പിടിച്ച് കിടക്കുകയായതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങാനും വീഴാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇതാ ഗൈസ്, ഇവിടെ നമുക്കൊരു നല്ലൊരു വ്യൂ ഉണ്ട്. വേണ്ട, നമ്മുടെ വഴി ഇത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞു വഴിയാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. ഫോട്ടോ വന്ന് കഴിഞ്ഞിട്ടുള്ള വഴി കുറച്ച് റിസ്ക്കിയാണ്, ഭയങ്കര ചെറുതാ. അപ്പം നമുക്കങ്ങനെ വിശാലമായിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് അവിടെ എവിടെയും പിടിച്ചിട്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ഡോറയുടെ പ്രയാണം. നടന്ന് നടന്ന് അവസാനം നമ്മുടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേ ഈ ബീച്ചിൽ വരാനാണ് നമ്മൾ ഇത്രയും നേരം നടന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ, നമ്മളിപ്പം ഓം ബീച്ചിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. ഇതാണ് ഹാഫ് മൂൺ ബീച്ച്. ഓം ബീച്ചിലെങ്ങും ഒറ്റ റൂം പോലും ഇല്ല. അതുകൊണ്ട് നമുക്കിനി ഹാഫ് മൂൺ ബീച്ചിൽ തപ്പി നോക്കാം. ഇവിടെ എല്ലാം ഇപ്രാവശ്യം ഇസ്രായേലി ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുകയെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ്. ഇതൊക്കെ ഇങ്ങനെ ടെൻസാണ്, അല്ലാതെ ഇങ്ങനത്തെ കുഞ്ഞ് സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. വേറെ ഒരെണ്ണം അല്ലെങ്കിൽ പിന്നെ ടെൻറ്റ്. ഹാഫ് മൂൺ ബീച്ചിലും റൂംസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഓം ബീച്ചിലേക്ക് തന്നെ എത്തി. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ഓം ബീച്ചിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. ഈ ഷേപ്പ് തന്നെ ഒരു ഓമിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. അങ്ങനെ നമ്മൾ ഓം ബീച്ചിൽ എത്തിയിട്ട് ഇപ്പോൾ ഇതേ കയാക്കിങ് ചെയ്യാൻ പോവാണ് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഞാനത് ചെയ്യാൻ പോകുന്നത്. പണ്ട് കൊച്ചിലെ എങ്ങാണ്ട് അമ്പലത്തിൽ പോകാൻ നേരം വള്ളത്തിൽ കയറി പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള എക്സ്പീരിയൻസ്. ഇതിപ്പോൾ എങ്ങനെയാ തുഴയണ്ടേ, എങ്ങോട്ടാ കൈയാക്കണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല.
ചന്തു ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസോടെ അവൻ തന്നെ തുഴഞ്ഞോളാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എങ്ങാനും നടുക്ക് വെച്ച് മുങ്ങിപ്പോയാലത്തെ അവസ്ഥ ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട് എനിക്ക്. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ഞാൻ അതേ കയറിയിരുന്നു. കള്ളം പറയില്ലല്ലോ, ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലാ പഠിച്ചോനെ മുക്കിക്കൊല്ലല്ലേ എന്നൊറ്റ പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിക്കപ്പ് ചെയ്തു. സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ മുങ്ങാതെ താഴാതെ ബോട്ട് മറിയാതെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമമായിരുന്നു. സംഭവം ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. അവർ നമുക്ക് ഫുൾ ഫ്രീഡം തന്നു. പാറയുടെ ഇടയ്ക്കൊന്നും പോവരുത്, പിന്നെ ലിമിറ്റിനപ്പുറത്തും പോവരുത്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ റൂള്. അവരുടെ റേറ്റ് ഒരാൾക്ക് 500 രൂപയായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ബാർഗെയിൻ ചെയ്ത് 2 പേർ കൂടെ 600 രൂപയ്ക്ക് നമ്മൾ സംഭവം സെറ്റാക്കി. അതൊരു കളർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി വന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ഇത്രയും നേരം ബീച്ചിൽ തന്നെ ആയിരുന്നു. ഈ ട്രിപ്പിൽ ഇന്നാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ കളിക്കുന്നത്. അടിപൊളിയായിട്ട് ഫുൾ ഡേ വെള്ളത്തിൽ തന്നെ കളിച്ചു. ദേ സന്ധ്യ സമയമായി. സണ്ണ് നമ്മുടെ അസ്തമിക്കുന്നേ ഉള്ളൂ. ദേ സൂര്യാസ്തമനം നടക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് സണ്ണ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ കുളിച്ച് റെഡിയായി. ഇനി നമ്മൾ ഇവിടുത്തെ ഗോകർണ മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ കുറച്ച് ഷോപ്പിംഗ് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഗോകർണ മെയിൻ ബീച്ചിനടുത്തുള്ള മാർക്കറ്റ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഈ പുറകിൽ ഈ കാണുന്നത് ഇവിടുത്തെ ഗോകർണ മെയിൻ ബീച്ചാണ്. നമ്മളിപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോകുന്നില്ല, കുറേ ബീച്ചിൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടുത്തെ മാർക്കറ്റിലേക്ക് പോകും. ഇതാണ് നമ്മുടെ മഹാബലേശ്വർ ടെമ്പിളിൻ്റെ എൻട്രൻസ്. നമ്മൾ ഓൾറെഡി നല്ല ലേറ്റ് ആയതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറുന്നില്ല. 2 ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നാളെ കാണാം. ബൈ.